ഡിസംബർ മാസത്തിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കാൻ പോകുന്ന ഓഫർ സെയിലുകൾ ഏതൊക്കെയാണ്? ഈ വീഡിയോ പൂർണ്ണമായും കാണുകയാണെങ്കിൽ അതിനൊരു ഐഡിയ കിട്ടുക. പിന്നെ ചിലപ്പോൾ ഈ പറയുന്ന ഡേറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവാം. എന്നാൽ പോലും ഓഫേഴ്സ് ഒക്കെ അതുപോലെ കാണാനും ചാൻസ് ഉണ്ട്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, കൂടാതെ നിങ്ങൾക്കൊരു ഇയർബഡ് ഉണ്ടെങ്കിൽ അതിനൊരു പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി കേസ് കവർ, ഇനി അതല്ല വാച്ച് ഉണ്ടെങ്കിൽ അതിന് വാച്ച് സ്ട്രാപ്പ്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ നമ്മുടെ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നാൽ വളരെ ലാഭകരമായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും, മറ്റുള്ള എല്ലാ വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം നമ്മുടെ ഫ്ലിപ്കാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഡിസംബർ 1 മുതൽ 5 വരെ നടക്കുന്നത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. കാരണം ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തത് ഡിസംബർ 2 ബിഗ് ബജറ്റ് ഡേയ്സ്. ഇവിടെ നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നത് ഗ്രോസറി, കിച്ചൺ അപ്ലയൻസസ്, അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ്, ഫാഷൻ, ബ്യൂട്ടി ഐറ്റംസിനൊക്കെയാണ്. സോ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ചില പ്രോഡക്റ്റുകൾക്ക് ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെയും. എല്ലാ പ്രോഡക്റ്റുകൾക്കും എന്തായാലും ഇവിടെ ആ ഒരു ഓഫർ സെയിലിന് കാണാൻ സാധിക്കത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഡെയിലി നീഡ്സ് എന്തൊക്കെയാണ് അതിനാണ് ഏറ്റവും ലാഭകരമായിട്ട് മേടിക്കാൻ സാധിക്കുക. ബിഗ് ബജറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ മാസത്തിലെ ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ മാസത്തിലെ അവസാനത്തെ ആഴ്ച. സോ അവർ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഗ്രോസറി, ഡെയിലി നീഡ്സ് ആവശ്യങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ സെയിൽ നോക്കുന്നത്. പിന്നെ മറ്റൊരു സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ബിഗ് ഇയർ എൻഡ് സെയിലാണ്. ജസ്റ്റ് ഒരു ദിവസത്തേക്ക് മാത്രമാണ് കാണിച്ചേക്കുന്നത്, ഡിസംബർ 9. പിന്നെ ഈ ഒരു ബിഗ് ഇയർ എൻഡ് സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്കും നമുക്ക് വളരെ ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. എന്താണെന്ന് അറിയത്തില്ല, ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് കാണുന്നത്. എന്നാൽ അതിനുശേഷം നമുക്ക് 16 മുതൽ 21 വരെ ബിഗ് സേവിംഗ് ഡേയ്സ് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഉറപ്പായിട്ടും ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് മൊബൈൽ ഫോൺസ്, ഇലക്ട്രോണിക്സ്, ടി വി അപ്ലയൻസസ്, ഹോം ഫർണിഷിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം തന്നെ വളരെ ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും. കൂടാതെ EOSS, അതായത് എൻഡ് ഓഫ് സീസൺ സെയിൽ, ക്രിസ്മസ് എഡിഷൻ എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. 22 മുതൽ 25 വരെയാണ് ഈ ഒരു ഓഫർ സെയിൽ നടക്കാൻ പോകുന്നത്. അപ് ടു 80% വരെ നമുക്ക് മെൻസ് ആൻഡ് വിമൻസിന്റെ ക്ലോത്തിങ് ആൻഡ് ഫുഡ് വെയർസിന് ഓഫർ ഉണ്ടാവുമെന്നാണ് ഈ ഒരു ക്രിസ്മസ് എഡിഷൻ എൻഡ് ഓഫ് സീസൺ സെയിലിൽ പറയുന്നത്. മറ്റുള്ള സാധനങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും ആ സമയത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ. പിന്നെ ക്രിസ്മസ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ആ 25 ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അന്ന് തന്നെ അവസാനിക്കുകയും ചെയ്യും കേട്ടോ. ബെസ്റ്റ് ഡീൽസ് ഓൺ മൊബൈൽസ്, ഇലക്ട്രോണിക്സ്, ടി വി അപ്ലയൻസസ്, ഹോം അപ്ലയൻസസ്, ഫാഷൻ, ബ്യൂട്ടി, ഇതിനൊക്കെ ആയിരിക്കും അവിടെയും ആ ഒരു ഓഫർ സെയിൽ നമുക്ക് കാണാൻ സാധിക്കുക. കൂടാതെ ഡിസംബർ 29 മുതൽ 31 വരെ ഗ്രാൻഡ് ഗാഡ്ജറ്റ് ഡേയ്സ് ഉണ്ട്. ഇവിടെ എന്തായാലും ബിഗ്ഗസ്റ്റ് ഡീൽസ് ഓൺ സ്മാർട്ട് ഫോൺസ്, അതുപോലെ തന്നെ TWS, ഓഡിയോ ഐറ്റംസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ്, TVs, അങ്ങനെയുള്ള കുറേ അധികം, അതായത് ഗാഡ്ജറ്റുകൾക്ക് തന്നെ വളരെ ലാഭത്തിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 24 മുതൽ 31 വരെ വേറൊരു ഓഫർ സെയിൽ നടക്കുന്നുണ്ട്, ഫ്ലിപ്കാർട്ട് ബിഗ് ഇയർ ആൻഡ് സെയിൽ കേട്ടോ. അവിടെയും നമുക്ക് ഇതുപോലെ തന്നെയാണ് എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്കും വളരെ ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഫ്ലിപ്കാർട്ടിൽ നടക്കാൻ പോകുന്ന ഓഫർ സെയിലുകൾ എന്ന് പറയുന്നത്. ഇനി ആമസോണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സൂപ്പർ വാല്യൂ ഡേയ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഡിസംബർ 1 മുതൽ 7 വരെയാണ് ഈ ഒരു സൂപ്പർ വാല്യൂ ഡേയ്സ് നടക്കുന്നത്. ഇവിടെ ഓൾറെഡി നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബജറ്റ് ഡേയ്സ് പോലെ തന്നെയാണ്. സോ അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്ക്, ഗ്രോസറി, അതുപോലെ തന്നെ കിച്ചൺ ഐറ്റംസും മറ്റുള്ള സ്കിൻ ബ്യൂട്ടി അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് ഏറ്റവും ലാഭത്തിന് ഈ ഒരു ഓഫർ സെയിലിൽ മേടിക്കാൻ സാധിക്കുക. കൂടാതെ വാർഡ്രോബ് റിഫ്രഷ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ഡിസംബർ 9 മുതൽ 14 വരെ നടക്കുന്നുണ്ട്. ഫാഷൻ ഐറ്റംസിനാണ് ഇവിടെയും ഏറ്റവും ലാഭത്തിന്, ഫാഷൻ ഐറ്റംസിന് മാത്രമാണ് നമുക്ക് വളരെ ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഡിസംബർ 28 മുതൽ നമുക്ക് 26 വരെ ആ ഒരു ആമസോൺ ക്രിസ്മസ് സെയിലും നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്കും വളരെ ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 25 മുതൽ 28 വരെ ആമസോൺ വിന്റർ ഫെസ്റ്റ് സെയിൽ നടക്കാൻ പോവുകയാണ്. ഇവിടെ എന്തായാലും നമ്മുടെ വിന്റർ വെയേഴ്സിനാണ് ഏറ്റവും ലാഭത്തിന് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നത്. തേർമൽസ്, ജാക്കറ്റ്സ്, ഹുഡീസ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ഓഫർ സെയിൽ വരെ വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ബെറ്റർ ആയിരിക്കും. കൂടാതെ മറ്റൊരു സെയിൽ, ആമസോൺ എൻഡ് ഓഫ് ഇയർ സെയിൽ, ഫ്ലിപ്കാർട്ടിലുള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട് 28 മുതൽ 21 വരെ. ഇവിടെ എന്തായാലും ഫാഷൻ, ബ്യൂട്ടി, സ്കിൻ കെയർ ആൻഡ് മോർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഗാഡ്ജറ്റ്സുകൾക്കും വളരെ ലാഭത്തിന് സാധനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഫ്ലിപ്കാർട്ടിൽ അവിടെ ഗാഡ്ജറ്റ്സിനും കൊടുത്തിട്ടുണ്ട്, ഓഫർ ഉണ്ടെന്നുള്ളത്. സോ അവിടെ എത്ര രൂപയാണോ അത് തന്നെ ഇവിടെ ആമസോണിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ആമസോണിലും കാണാൻ സാധിക്കുന്ന ഓഫർ സെയിലുകൾ. ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ ഓഫർ സെയിലുകൾ കാണുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണ്. എന്നാൽ ആമസോണും പുറക്കൊന്നുമല്ല, ഇവിടെയും നമുക്ക് ഓഫർ സെയിലുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ഓഫർ സെയിലിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടെ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.